നമ്മുടെ സീതാറാം യെച്ചൂരി പൂർണ്ണമായും അന്തരിച്ചു. ജനിക്കുമ്പോൾ അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു. മരിക്കുമ്പോൾ ബ്രാഹ്മണിക്കൽ ഹെജ്മണിക്കെതിരെ പടവെട്ടുന്ന ഒരു സഖാവും. 1952 ഓഗസ്റ്റ് 12 ജനിച്ച യെച്ചൂരി 22 വർഷക്കാലം മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. 1974 അദ്ദേഹം SFIയിൽ ചേർന്നു. അന്നു മുതൽ മരിക്കുന്നവരെ സൂക്ഷം 50 കൊല്ലക്കാലം അദ്ദേഹം സഖാവായിട്ടാണ് ജീവിച്ചത്. അതായത് ആകെ മൊത്തം 72 കൊല്ലം നീണ്ട ജീവിതത്തിൽ 22 കൊല്ലം മനുഷ്യനായും 50 കൊല്ലം സഖാവായും സീതാറാം യെച്ചൂരി ഈ ഭൂമിയിൽ കഴിഞ്ഞു. ആ നിലയിൽ നോക്കിയാൽ യെച്ചൂരി വരിച്ച രണ്ടാമത്തെ മരണമാണിത്. SFIയിൽ ചേർന്നപ്പോൾ, അതായത് 1974 അദ്ദേഹം മനുഷ്യൻ എന്ന നിലയിൽ മരിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ പ്രഥമ മരണം. 50 കൊല്ലങ്ങൾക്കിപ്പുറം ഇപ്പോൾ ഈ 2024 സഖാവ് എന്ന നിലയിൽ സംഭവിച്ചത് ദ്വിതീയ മരണം. അദ്ദേഹത്തിന്റെ ആദ്യ മരണം സംഭവിച്ച കാലത്ത് ഈ പോങ്ങൻ അല്പം പോലും ജനിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നടാട സംഭവിച്ച അദ്ദേഹത്തിന്റെ ആ മരണത്തിൽ അനുശോചനം അറിയിക്കാനും ഈ പോങ്ങന് പറ്റാതെ പോയി. തീർച്ചയായിട്ടും അതിൽ പോങ്ങന് ആത്മാർത്ഥമായിട്ടുള്ള നിരാശയും ദുഃഖവുമുണ്ട്. ഇപ്പോൾ സംഭവിച്ച അദ്ദേഹത്തിന്റെ ഈ മരണത്തിൽ പോങ്ങൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള അനുശോചനമാണ് രേഖപ്പെടുത്തുന്നത്. 72 വയസ്സെന്നത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ജനസേവന വ്യവസായിയെ സംബന്ധിച്ച് മരിക്കാൻ പാകമായിട്ടുള്ള പ്രായമൊന്നുമല്ല. എന്നിട്ടും അദ്ദേഹം നിശേഷം നിര്യാതപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണം ഈ രാജ്യത്തിന് എന്തൊക്കെ നഷ്ടമുണ്ടാക്കി എന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടമുണ്ടാക്കും എന്ന് പറയുവാൻ തീർച്ചയായിട്ടും ഈ പോങ്ങൻ ആളല്ല. എങ്കിലും അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള നഷ്ടം എത്ര വലുതാണെന്ന് പറയാൻ ഉറപ്പായും ഈ പോങ്ങന് സാധിക്കും. EMS നമ്പൂതിരിപ്പാട്, P. കൃഷ്ണപിള്ള, AK ഗോപാലൻ, EK നായനാർ, ജ്യോതി ബസു, ബുദ്ധദേവ് ഭട്ടാചാര്യ, കോടിയേരി ബാലകൃഷ്ണൻ മുതലായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെ തന്നെ സഖാവ് യെച്ചൂരിക്കും ഈ മഹാരാജ്യത്തിലേക്ക് വിപ്ലവം ഇറങ്ങി വരുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. അതാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടം. ഒരു അല്പകാലം കൂടി ആയുസ് ഉണ്ടായിരുന്നുവെങ്കിൽ വിപ്ലവത്തെ ചുറ്റി നടന്ന് കാണാനുള്ള ഭാഗ്യം നമ്മുടെ യെച്ചൂരി സഖാവിന് ലഭിക്കുമായിരുന്നു. വിപ്ലവം കടത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി PV അൻവറിയൻ, സിമിയൻ ജലീലൻ, കാരാട്ട് റസാക്കൻ മുതലായിട്ടുള്ള ഘോര സഖാക്കൾ വളരെ കാലങ്ങളായി മൂലം മറക്കാതെ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നമുക്കുമൊക്കെ അറിയാവുന്നതാണ്. പാർട്ടിയുടെ അനുമതിയോടെയും അതുപോലെ തന്നെ ദ്വിമാറ മരമന്ന സുൽത്താന്റെ അനുഗ്രഹത്തോടെയും പൊതുപ്രവർത്തനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് അവധിയെടുത്തുകൊണ്ട് നമ്മുടെ അൻവറിയൻ സഖാവ് ആഫ്രിക്കയിൽ ചെന്ന് വിപ്ലവ ഖനനം ആരംഭിച്ചത് നമ്മളെല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ അറിഞ്ഞതാണ്. കേരളം അതിനെക്കുറിച്ചൊക്കെ വലിയ നിലയിൽ ചർച്ച ചെയ്തതുമാണ്. മൂലത്തിൽ ഒതുങ്ങുന്ന നിലയിൽ വിപ്ലവത്തെ കണ്ടികളാക്കിക്കൊണ്ട് കാരാട്ട് റസാക്കൻ സഖാവ് തന്റെ അനുയായികളുടെ ഗുദവശം ധാരാളം വിപ്ലവ കണ്ടികൾ ഇറക്കിപ്പിച്ചും വരുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഈ സിമിയൻ ജലീലനാണെങ്കിൽ വിപ്ലവത്തെ കടത്തിക്കൊണ്ടുവരുവാൻ ഗുദത്തെ മാത്രം ആശ്രയിക്കുന്നവനുമല്ല, ഗുദത്തെ ആശ്രയിക്കുന്നില്ല എന്നല്ല, ഗുദത്തെ മാത്രമായിട്ട് ആശ്രയിക്കുന്നവനുമല്ല. ഈന്തപ്പഴമായും വേദപുസ്തകമായും വരെ വിപ്ലവം നാട്ടിലെത്തും, അല്ലെങ്കിൽ എത്തിക്കും. ബിരിയാണിച്ചെമ്പിൽ വരെ വിപ്ലവ കൈമാറ്റം നടത്താനുള്ള സംവിധാനം നമ്മുടെ സിമിയൻ ജലീലിന്റെ പക്കലുണ്ട്. ഒരു മനുഷ്യനും സംശയിക്കാത്ത വിധം, സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ വരെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇവരെ ഒന്നും കൂടാതെ നാട്ടിൽ വിപ്ലവം വരണമെന്ന ഉന്നവുമായി മൂലസ്മരണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒളോക്കോട ശ്രേഷ്ഠരായിട്ടുള്ള ഒന്നാന്തരം ഹരിത സഖാക്കൾ നവകേരളത്തിൽ ധാരാളമായിട്ടുണ്ട്. പേരുകൾ പറയുന്നില്ല, ഇഷ്ടം പോലെയുണ്ട്, എമ്പിടി ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം ശ്രമഫലമായി ഏതാനും മാസം എന്നുള്ളത് അല്പം അതിശയോക്തിയാണെങ്കിൽ പോലും ഉറപ്പായും ഏതാനും വർഷങ്ങൾക്കകം നവഹരിത കേരളത്തിലേക്ക് വിപ്ലവം ഗുദമിറങ്ങി വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ യെച്ചൂരി അതിന് കാത്തുനിന്നില്ല. ഹരിത സഖാക്കളുടെ മൂലം മറക്കാതെയുള്ള പ്രവർത്തന ഫലമായി നാടിനെ പിടിയിടാൻ പോകുന്ന വിപ്ലവത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ നിൽക്കാതെ സഖാവ് യെച്ചൂരി എന്നേക്കുമായി സ്വന്തം കണ്ണുകൾ അടച്ചു കളഞ്ഞു. അതാണ് യെച്ചൂരിയുടെ മരണം കൊണ്ട് യെച്ചൂരിക്കുണ്ടായിട്ടുള്ള നഷ്ടം. സ്വന്തം നഗ്നനേത്രങ്ങൾ കൊണ്ട് വിപ്ലവത്തെ കണ്ണിറയെ കാണാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. അല്പകാലവും കൂടി ഒന്ന് പിടിച്ചു നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിപ്ലവത്തെ കൺകുളിർക്ക് കണ്ടിട്ട് അദ്ദേഹത്തിന് കണ്ണടയ്ക്കാമായിരുന്നു. ആ നഷ്ടത്തെ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പോങ്ങൻ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നത്. ഹലാൽ സലാം സഖാവേ, ഹലാൽ സലാം. നമ്മുടെ മലയാള മണ്ണിലേക്ക് ഗുദമിറങ്ങി വരുന്ന ഹരിത ഗുദാർത്ഥ വിപ്ലവം എന്നത്തേക്കുമായി ജയിക്കട്ടെ. ആത്മാവിൽ വിശ്വസിക്കാത്തൊരു സഖാവ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അങ്ങയുടെ പരേതമേനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള പ്രണാമം.